ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾ കാണാൻ പോണത് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒത്തിരി ആളുകൾ ലൈക്ക് ചെയ്യണില്ല കേട്ടോ, അപ്പോൾ ഒത്തിരി വിഷമമുള്ള കാര്യം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരമുള്ളതുപോലെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരമാവണം എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് തോന്നും ഇത് ഈ സെയിം പാറ്റേണിൽ നിങ്ങൾ വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒത്തിരി ആളുകൾ നമ്മൾ ഫാമിലിയിലോട്ട് ഡെയിലി വരുന്ന ആളുകളുണ്ട്, അതുപോലെ ഡെയിലി വരുന്ന കസ്റ്റമറുണ്ട്. അവർക്കെല്ലാം ഇത് ഒരു എന്താ പറയുക, അറിയാത്ത വ്യക്തികളാണ്. ചില ആളുകൾ അറിയുന്നവരായിരിക്കും, ചില ആളുകൾ ഇതിലും ഡിസൈനുകൾ അറിയുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ പറയുക, നമ്മളെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി 2 ഹെയർ ബോൻ്റെ വർക്ക് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഹെയർ ബോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് അതിൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഹെയർ ബോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വർക്ക് ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ ഈ ഒരു ടൈമിൽ അത് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ ഒരു വീഡിയോസ് അവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് പോയി ഒന്ന് കാണാം കേട്ടോ. കാരണം ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ്, ഇൻഡിപെൻഡൻസ് ഡേ വർക്കിൻ്റെ മെറ്റീരിയൽസ് ഇൻഷാ അല്ലാ ഒരാഴ്ചത്തിനകം നമുക്ക് കിട്ടണതാണ് കേട്ടോ. ഏകദേശം നമുക്ക് ഇന്നിപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്ന ദിവസം തിങ്കളാഴ്ച ആയിരുന്നു. തിങ്കളാഴ്ച ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക. ഞായറാഴ്ച നമുക്ക് പോസ്റ്റിംഗ് ഡിലേ ആണ്, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് ഡിലേ ആവണത് കേട്ടോ. പിന്നെ എല്ലാ ഇതിലും സ്ഥലങ്ങളിലും മഴ കാരണം അതുകൊണ്ടൊക്കെ ട്രാഫിക്കിൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കൊറിയറിനൊക്കെ കേട്ടോ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ആയാലും 4-5 ദിവസത്തിനുള്ളിൽ നമ്മൾ മെറ്റീരിയൽസ് കിട്ടും ഇൻഷാ അല്ലാ. ഏകദേശം ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാവുന്നതാണ് കേട്ടോ. ഒത്തിരി ആളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആളുകൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആളുകൾ സ്റ്റോക്ക് വന്നതിന് ശേഷം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പേഴ്സണലായിട്ട് അറിയിക്കാമെന്ന് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മെറ്റീരിയൽസ് എത്തിയ ഉടനെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കയറി കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന വർക്ക് നിങ്ങൾ കണ്ടില്ലേ, ഓരോ പീസ് എടുത്തിട്ട് 2 സൈഡും നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. മടക്കി കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറയണമെങ്കിലും കൂടിയിട്ട് നിങ്ങൾ വീഡിയോയും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കാണാം. ചില ആളുകൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ, കാരണം ഇത് കണ്ട വീഡിയോസ് ആണെന്ന് തോന്നുന്നുണ്ടാവും. ഇതേ സെയിം പാറ്റേണിൽ നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ വെൽവെറ്റിൻ്റെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ബോ ചെയ്തിട്ടുണ്ടായിരുന്നു, സെൻറ്റർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചില ആളുകൾക്ക്, കണ്ട ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടാവും ചെയ്ത വർക്ക് തന്നെ എന്തിനാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ചോദ്യവും ഉത്തരം ഞാൻ തന്നെ പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ തൊട്ട് മുമ്പ്, ഒത്തിരി ആളുകൾ നമ്മളുടെ ഇതിലോട്ട് ജോയിൻ ചെയ്തവരായിട്ടുണ്ട്. അതിൽ ഒത്തിരി ആളുകൾക്ക് അറിയുന്നവരായിരിക്കും, ഒത്തിരി ആളുകൾ അറിയാത്തവരായിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒത്തിരി കസ്റ്റമർ ഉണ്ട്. അവർക്കും ഇതുപോലെ ഡെയിലി അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ക്ലിപ്പുകൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കൂടിയിട്ട് അവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇനി വേറെ വർക്കുണ്ടോ, സെൻറ്റർ ക്ലിപ്പ് വെച്ചിട്ട് വേറെ വർക്ക് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കണമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എന്താണ്, അവർക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോസൊന്നും എടുക്കൽ എങ്ങനെയാണെന്നുള്ള അറിയാത്ത ഒത്തിരി വ്യക്തികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അവിടെ നമ്മുടെ ചാനലിൻ്റെ നെയിം വന്നിട്ടുണ്ടാവും. ആ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് നമ്മളുടെ ആദ്യം അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസ് ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ചാനലിൻ്റെ നെയിമിൽ, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം അവിടെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ ചാനലിൻ്റെ നെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹോം പേജിലോട്ടാണത് പോവുക. അപ്പോൾ ആ ഹോം പേജിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റെ ചാനലിൻ്റെ നെയിം ഉണ്ടാവും, എത്ര സബ്സ്ക്രൈബ് അയക്കണം എന്നുള്ളത് കാണിക്കുന്നുണ്ടാവും.
പിന്നെ അതുപോലെ അതിൻ്റെ താഴോട്ടായിട്ട് വീഡിയോ ഹോം എന്ന് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ വീഡിയോസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ ഷോർട്ട് വീഡിയോ, കമ്മ്യൂണിറ്റി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓപ്ഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ വീഡിയോ താഴെ ആയിട്ട് ഓരോ വീഡിയോസും അതിലുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് വർക്കിൻ്റെ വീഡിയോ ആണ് സെലക്ട് ആക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനിയും മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഒത്തിരി ആളുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഒത്തിരി ആളുകൾ നമ്മളോട് ഇങ്ങനെ നിരന്തരം ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കാര്യമായിട്ട് അവർ ചോദിക്കുമ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കാം. അവർ പറയും പേഴ്സണലായിട്ട് ഓരോ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും നമുക്ക് നിങ്ങളതൊന്ന് പേഴ്സണലായിട്ടൊന്ന് ലിങ്ക് അയച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ചോദ്യം ഇനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊരു മെറൂൺ ക്ലോത്ത്, ആ മെറൂൺ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ വേറൊരു വർക്ക് ചെയ്യാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ കഴിയില്ല കേട്ടോ. കാരണം ഇത് തന്നെ ഒത്തിരി ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ പിറകിലായിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മളത് ടൈറ്റാക്കി തന്നെ ആ സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, നിങ്ങൾ സെയിൽ ചെയ്യാനാണ് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വേസ്റ്റ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നോക്കുക. വെറുതെ ജസ്റ്റ് ഒന്നും ചെയ്ത് പോകണ്ട, നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് വേണ്ടി യൂസ് ആക്കുക, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സെയിലിങ്ങിന് വേണ്ടി യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഒരു ബോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ക്ലിപ്പ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് ഇപ്പോൾ ഞാൻ ആ സെൻറ്ററിൽ ഒരു മെറൂൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ക്ലോത്ത്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ വല്ല ബീഡ്സുകളൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റോണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോണിൻ്റെ ഷീറ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കട്ടിങ്ങൊക്കെ നിങ്ങൾ അവിടെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾ ഏകദേശം നിങ്ങളിലേക്ക് മോഡൽ എത്തിക്കാമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടേതായിട്ട് ചോയ്സിനനുസരിച്ച് ചെയ്യാം. പിന്നെ പരമാവധി ഇതുപോലത്തെ വർക്കുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊരു വർക്ക് നമ്മളായിട്ട് ചെയ്തെടുക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം ഈ ഒരു ക്ലിപ്പിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. കാരണം ആ ഒരു ക്ലോത്തിൽ സീക്വൻസോട് കൂടിയിട്ടും അതുപോലെ എംബ്രോയ്ഡറീസ് ഉള്ള ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വർക്കുകളൊന്നും ഞാനതിൽ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണണ്ടല്ലോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് ക്ലോത്തുകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് കുറഞ്ഞ രീതിയിൽ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ചിലവ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ആ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ, ഗ്ലോവും പിന്നെ നമ്മളുടെ സമയം, അത് മാത്രമേ നമുക്ക് ചിലവായിട്ടുള്ളൂ. ബാക്കിയുള്ള ചിലവുകളൊന്നുമില്ല. വേസ്റ്റ് ക്ലോത്തുമാണ് എല്ലാം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെയിൽ ചെയ്തോളൂ കേട്ടോ. കാരണം ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 25-30 രൂപ ആ റേറ്റിലേക്ക് നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല. നിങ്ങൾ ചിലവാക്കിയിട്ടുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലിപ്പിൻ്റെ ക്യാഷും ഗ്ലോവിൻ്റെ ഇത് മാത്രമാണ്. പിന്നെ നമ്മളെ സമയം, അത് ഞാൻ പറയാറുണ്ട്, ഇങ്ങനത്തെ വർക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയമൊക്കെ വെറും ടൈം പാസ് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.